ഒമാനിലെ സലാലയിലെ രണ്ടാമത്തെ ദിവസമാണിന്ന്. സാരഥിയായി ശിഹാബ് ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം പൊന്നാനിക്കാരനാണ്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നത് നമ്മുടെ ബാപ്പുവിന്റെ സുഹൃത്താണ്. സലാലയിലെ ഒട്ടുമിക്ക വഴികളും ശിഹാബിന് ചിരപരിചിതമാണ്. ഞാനും അൻവർക്കയും ചെറിയാപ്പയുമാണ് സലാലയ്ക്ക് വന്നിട്ടുള്ളത്. അൻവർക്കാക്ക് ശനിയാഴ്ച മസ്കറ്റിലേക്ക് തിരിച്ചു ചെന്ന് അവിടെ നിന്ന് നാട്ടിലേക്ക് പോകണം. ഞാനും ചെറിയാപ്പയും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ഞങ്ങൾ UAE പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അൻവർക്കയാവട്ടെ ബിസിനസിന്റെ തിരക്ക് കാരണമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഷിഹാബുക്കാരനോട് ചോദിച്ചു. അദ്ദേഹം പറയുന്നത്, നിങ്ങളെ ഞാൻ സലാലയിലെ ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകൾ കാണിച്ചു തരാമെന്നാണ്. ആ ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തിലാണ് ഞങ്ങളും സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സലാല എന്ന് പറയുന്നത് ചരിത്രം അക്ഷരാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. ഒരു കുന്നിൻ മുകളിലേക്കാണ് ഷിഹാബ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ ചുരംപാത, ചുറ്റും അഗാധകർത്തങ്ങൾ. ആദ്യം കർണാടകയിലെ ഏതോ കുഗ്രാമത്തിലൂടെയാണ് പോകുന്നത് എന്ന് തോന്നും. നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു വലിയ സാമ്രാജ്യമായ ഒമാനിലെ സലാലയിലൂടെയാണ്. പക്ഷേ ഈ വഴികൾ കാണുമ്പോൾ ഇത് ഒമാനിൽപ്പെട്ട ഒരു സ്ഥലമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. വികസനം അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ഗ്രാമം. നമ്മുടെ നാട്ടിലെ KSCB ലൈനുകൾ പോലെ ഇവിടെ കാണാവുന്നു. ഇന്ന് കാണാൻ പോകുന്ന ചരിത്രശേഷിപ്പുകൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇത് ദോഫാർ റീജിയനിലെ അൽഖറ കുന്നുകളാണ്. സലാലയിൽ നിന്നും വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കുന്നുകൾ ഏകദേശം സലാല സിറ്റിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ്. ഇത് ദോഫാർ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ മുകളിൽ ചെന്ന് നോക്കിയാൽ സലാല ടൗൺ കാണാമെന്ന് ഷിഹാബ് ഞങ്ങളെ മോഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, മൺസൂൺ സീസണിൽ ഇവിടെ ആളുകൾ കൊണ്ട് തല്ലായിരിക്കുമെന്നാണ്. കാലുകുത്താനിടമില്ലാത്ത അത്രയും ആളുകൾ ഈ ഖരീഫ് സീസണിൽ അവിടെ എത്തുന്നുണ്ട്. അൽഖറ കുന്നുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കറുത്ത പാറയുള്ള കുന്നുകൾ എന്നാണ്. ഞങ്ങൾ പോകുന്നത് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന മണ്ണിലേക്കാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കഥകൾ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ കാറിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കാലം രാജകുമാരനായി രാജാവായി ജീവിച്ചു. പക്ഷേ അവസാനം അദ്ദേഹം രോഗബാധിതനായി മാറുകയാണ്. ചരിത്രം പരതുമ്പോൾ നമുക്ക് കാണാം 18 വർഷമാണ് അദ്ദേഹം അസുഖബാധിതനായി കിടന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്ന നബിയാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബിയെ കുറിച്ച് ഖുർആനിൽ പറയുന്നത്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ളുർ വഅൻത അർഹമുർ റഹീമീൻ എന്നാണ്. അദ്ദേഹത്തിന് വലിയ ഒരു രോഗം പിടിപെടുകയാണ്. ആ പിടിപെടുന്ന സമയത്തും അദ്ദേഹം പറയുന്നത്, ദൈവമേ, എന്നെ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തുകയാണ് അദ്ദേഹം. അങ്ങനെ മാറ്റിത്തരണമെന്നല്ല അദ്ദേഹം പറയുന്നത്, നീ കരുണാവാരിധിയാണല്ലോ എന്നാണ്. അതിന് പകരമായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നത്, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ ആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അദ്ദേഹം അസുഖബാധിതനായി കടന്ന സമയത്ത്
എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ആ ഉപേക്ഷിച്ചു പോയി ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയതിനു ശേഷം തിരിച്ചു വന്ന എന്നാണ് ചരിത്രം പറയുന്നത്. 25 പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ പറയുന്നുള്ളൂ. അതിലൊന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹം പ്രബോധനം ചെയ്തത് പലസ്തീനിലെ വടക്ക് കിഴക്കൻ മേഖലയിലാണ്. ഇയ്യോബ് എന്ന് മലയാളത്തിലും ജോബ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റഹ്മത്ത് എന്നാണ് ചരിത്ര രേഖകളിൽ കാണുന്നത്. അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശവകുടീരത്തിലെത്തി. ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണാനില്ല. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഞങ്ങൾ 3-4 ആളുകളല്ലാതെ ഈ പരിസരത്ത് ഒരാളെ പോലും കാണാനില്ല. അത് ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തി കളഞ്ഞു.